കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പേപ്പർ 2 സെക്ഷൻ 4 ലാസ്റ്റ് സെക്ഷനിലേക്ക് കയറുകയാണ്. അതിനു മുമ്പ് കഴിഞ്ഞ ദിവസം നമ്മൾ ഓക്സോ ആസിഡുകൾ ഫോസ്ഫറസ് എടുത്തല്ലോ, അതിന് കുറേ പോയിന്റുകൾ പറഞ്ഞു. അതിൻ്റെ കൂടെ നമ്മൾ ഓർത്തെടുക്കാൻ എളുപ്പമാവുന്ന വേറൊരു പോയിന്റ് കൂടി ഞാൻ പറയാൻ വിട്ടുപോയി, അതിപ്പോൾ പറയുകയാണ്. നോക്കൂ, 4 ആസിഡ്സ് ഓഫ് ഫോസ്ഫറസ് ആണ് റെഡ്യൂസിങ് ആസിഡുകളായിട്ടുള്ളത്. ആ 4 എണ്ണത്തിൽ ഒന്നുകിൽ pH ബോണ്ട് ഉണ്ടാവും, അല്ലെങ്കിൽ PP ബോണ്ട് ഉണ്ടാവും. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ ഈ 4 എണ്ണത്തിൽ 3 എണ്ണം pH ബോണ്ട് ഉള്ളതാണ്, 1 PP ബോണ്ട് ഉള്ളതാണ്. ആ 3 pH ഉള്ളതും ഏതൊക്കെയാണ് നോക്കൂ, S3PO2, S3PO3, S4P2O5, ആ 3 എണ്ണമാണ്. PP ബോണ്ട് ഉള്ളതോ H4P2O6. ഓക്കെ, അതിൽ നിങ്ങളൊരു കാര്യം ഓർക്കൂ, ഈ ലാസ്റ്റ് ഓക്സിനാറ്റം നമ്മൾ പഠിച്ചപ്പോൾ ഞാനൊരു വേറൊരു കാര്യം പറഞ്ഞത്, ഓക്സിനാറ്റത്തിൻ്റെ എണ്ണം 2, 3, 4, 5, 6, 7 ഇങ്ങനെ ക്രമാനുഗതമായിട്ട് കൂടി വരികയാണ് ചെയ്യുന്നത്. അതിലെ 2 വരുന്നതും 3 വരുന്നതും 5 വരുന്നതും 6 വരുന്നതുമാണ് റെഡ്യൂസിങ് ആസിഡ്സ്. 4 ഇല്ല, 7 ഇല്ല, അത് രണ്ടും ഇല്ല. 2, 3, 5, 6 അതോർക്കുക, 2, 3, 5, 6. അതിൽ തന്നെ വേറെ വളരെ എളുപ്പത്തിൽ ഓർക്കാവുന്ന വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഫോസ്ഫോറസ് എന്നുള്ള 3 ആസിഡുകളുണ്ട്, പിന്നെ ഫോസ്ഫോറിക് എന്നുള്ള മെറ്റാഫോസ്ഫോറിക് ഈ സ്റ്റഡിയിൽ വരുന്നേ ഇല്ലേ, അത് വേറെ തന്നെ ഓർക്കേണ്ടതാണ്. ഫോസ്ഫോറസ് എന്നുള്ള 3 ആസിഡും ഫോസ്ഫോറിക് എന്നുള്ള 3 ആസിഡും ആണല്ലോ. അതിൽ ഫോസ്ഫോറസ് എന്നുള്ള 3ഉം ഹൈപ്പോ, ഓർത്തോ, പൈറോ അങ്ങനെയല്ലേ 3 എണ്ണം വന്നിരുന്നത്. അത് 3ഉം pH ബോണ്ട് ഉള്ളതാണ്, റെഡ്യൂസിങ് ആസിഡാണ്. പിന്നെ അത് മറക്കാനുള്ള സാധ്യതയില്ല അല്ലേ. 3 ഹൈപ്പോ, ഓർത്തോ, പൈറോ എന്നുള്ള 3 ഫോസ്ഫോറസ് ആസിഡ് ആണുള്ളത്. അത് 3ഉം റെഡ്യൂസിങ് ആണ്. അതിൽ 2 എണ്ണം സിംഗിൾ ഫോസ്ഫറസ് ഉള്ളതാണ്, 1, 2 ഫോസ്ഫറസ് ഉള്ളതാണ്. പിന്നുള്ളത് PP ബോണ്ട് ഉള്ളതല്ലേ, അത് ഹൈപ്പോ ഫോസ്ഫോറിക് ആസിഡ് ആണ്. ഓക്കെ, ഹൈപ്പോ ഫോസ്ഫോറിക് ആസിഡിലാണ് H4P2O6ലാണ് PP ബോണ്ട് ഉള്ളത്. അപ്പൊ നമുക്കിതൊക്കെ ഓർത്ത് വെക്കാൻ പല പല കാരണങ്ങളായി അല്ലേ. ഓക്കെ, പിന്നെ വേറൊരു പോയിന്റ് ഇങ്ങനെ ഓർക്കാം, ഹൈപ്പോയുടെ 2ഉം റെഡ്യൂസിങ് ആസിഡ് ആണ്. ഹൈപ്പോ ഫോസ്ഫോറസും ഹൈപ്പോ ഫോസ്ഫോറിക്കും റെഡ്യൂസിങ് ആസിഡ് ആണ്. ഒന്ന് pH ബോണ്ട് ഉള്ളത് കാരണമാണ്, മറ്റേത് PP ബോണ്ട് ഉള്ളത് കാരണമാണ്. അപ്പൊ നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ ജസ്റ്റിഫിക്കേഷനായി റെഡ്യൂസിങ് ആസിഡ്സ് ആണ്. അപ്പോൾ ഇതങ്ങനെ ഓർത്ത് വെക്കും കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് സെക്ഷൻ 4ലേക്ക് എൻ്റർ ചെയ്യാം. ഓക്കെ, പേപ്പർ 2 സെക്ഷൻ 4 ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ന്യൂമറിക്കൽ ടൈപ്പിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സോളിഡ് സ്റ്റേറ്റ് കെമിസ്ട്രിയിൽ നിന്നാണ്. വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ചോദ്യമാണ്. നമുക്ക് ഡെൻസിറ്റി നേരിട്ട് കാണാനാണ്. അത് കണ്ടുപിടിക്കാൻ വേണ്ട എല്ലാ ഡാറ്റയും തന്നിട്ടുണ്ട്. അറ്റോമിക് മാസ് തന്നിട്ടുണ്ട്, എഡ്ജ് ലെങ്ത് ഓഫ് ദ ക്യൂബിക് യൂണിറ്റ് സെല്ല് തന്നിട്ടുണ്ട്, സെൽ കണ്ടന്റ് തന്നിട്ടുണ്ട്, കാരണം അത് FCC അഥവാ CCP പാക്കിംഗ് ആണെന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഇവിടെ നോക്കൂ, എഡ്ജ് ലെങ്ത് ഗിവൺ ആണ് 400 പൈക്കോമീറ്റർ. 400 പൈക്കോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻⁻12 മീറ്റർ ആണ്. അത് സെന്റിമീറ്ററിലേക്ക് ആക്കുമ്പോൾ 400 × 10⁻10 സെന്റിമീറ്റർ. അത് 0 അഡ്ജസ്റ്റ് ചെയ്താൽ 4 × 10⁻8 സെന്റിമീറ്റർ. ഓക്കെ, സെൽ കണ്ടന്റ് is 4. Reason, since CCP or FCC. Atomic mass given 105.6 AMU means 105.6 gram per mole. Same units, I mean same numeral. Then you directly substitute in the equation. Density in gram per centimeter cube is equal to Wm into Ez by Avogadro number Na into A cube. 105.6 into 4 divided by 6 into 10⁻23 into 4 into 10⁻8 cube. See here, 4 into 10⁻8 cube. 4 into 10⁻8 cube means 10⁻8 cube is 10⁻24. 10⁻24 into 10⁻23 means 10⁻1 in the denominator, which becomes 10 in the numerator. So we can change this 4 to 40. Okay, so 105.6 into 40 divided by 10 powers vanished. 6 into 4 cube 64. It changes to this symbol, and you can easily get 11 to be the density value. Okay. അടുത്ത ചോദ്യം കെമിക്കൽ ഇക്വിലിബ്രിയത്തിൽ നിന്നാണ്. ഇക്വിലിബ്രിയത്തിൽ നിന്ന് വരുന്ന പ്രോബ്ലങ്ങളൊക്കെ സംവാട്ട് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. അത് പ്രത്യേകിച്ച് സൊല്യൂബിലിറ്റി പ്രൊഡക്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്. ഇവിടുത്തെ ചോദ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമ്മളോട് പറഞ്ഞത് ബേറിയം നൈട്രേറ്റിന്റെ ഒരു ഡെഫിനിറ്റ് വോളിയം, ഡെഫിനിറ്റ് കോൺസെൻട്രേഷൻ ഉള്ള സൊല്യൂഷനും ബേറിയം നൈട്രേറ്റും സോഡിയം അയോഡേറ്റിന്റെ ഡെഫിനിറ്റ് വോളിയം, ഡെഫിനിറ്റ് കോൺസെൻട്രേഷനും കൂടി മിക്സ് ചെയ്തു. അങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ സൊല്യൂഷനിൽ ഉണ്ടാവുന്ന BA
അപ്പൊ നോക്കുക, അങ്ങനെ മിക്സ് ചെയ്താൽ എന്ത് സംഭവിക്കും നോക്കുക. BaNO3 twice plus 2NaIO3 രണ്ടും വാട്ടർ സോളുബിൾ ആണ്. ഗിവിംഗ് BaIO3 ട്വൈസ് അയോണിക് എക്സ്ചേഞ്ച് വഴി ഉണ്ടാവുന്നത് BaIO3 ട്വൈസ്, അത് വാട്ടർ ഇൻസോളബിൾ ആണ്, ഇത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. പ്ലസ് 2NaNO3 അക്വ, ഇതാണ് നടക്കുന്നത്. ഓക്കെ, 2NaNO3 അക്വ. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും വോളിയമും മൊളാരിറ്റിയും തന്നിട്ടുണ്ട് മിക്സ് ചെയ്യണത്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇതിന്റെ സൊല്യൂബിലിറ്റി, ആ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്ന ചെറിയൊരു അംശം അലിയും, അത് എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതെങ്ങനെ പ്രൊസീഡ് ചെയ്യും നമുക്ക് നോക്കാം. നോക്കൂ, ആദ്യം നമ്മൾ ഇതിന്റെ നമ്പർ ഓഫ് മില്ലിമോൾ കാണുക. ഇനീഷ്യൽ ആയിട്ട് നമ്പർ ഓഫ് മില്ലിമോൾ, മൊളാരിറ്റി ഇൻറ്റു വോളിയം ആണ്. മൊളാരിറ്റി 0.01 തന്നിട്ടുണ്ട്. 200 ml ആണ് എടുത്തത്. അപ്പൊ നമുക്ക് ml എടുത്തുകൊണ്ട് നമുക്ക് കിട്ടുന്നത് മില്ലിമോൾ ആയിരിക്കും. 2 മില്ലിമോൾ ആണ്. ഇനി നോക്കൂ, അതേമാതിരി ഇവിടെയും തന്ന റിസൾട്ട് വെച്ചിട്ട് ഡാറ്റ വെച്ചിട്ട് 0.1 × 100 മൊളാരിറ്റി ഇൻറ്റു വോളിയം, അപ്പൊ 10 മില്ലിമോളിന് കിട്ടും. ഓക്കെ, 10 മില്ലിമോളിന് കിട്ടും. ഓക്കെ, ഇനി ഈ ഇക്വേഷൻ പ്രകാരം ഞാൻ പറഞ്ഞ ശ്രദ്ധിക്കുക, ഇത് 2 മില്ലിമോൾ, ഇത് 10 മില്ലിമോളുമാണ് മിക്സ് ചെയ്തത്. ഇത് ഞാൻ പിന്നത്തെ ആവശ്യത്തിന് എഴുതിയതാണ്. 2 മില്ലിമോളും 10 മില്ലിമോളുമാണ് മിക്സ് ചെയ്തത്. അപ്പൊ നോക്കൂ, ഇവിടെ 1ന് 2 വേണം അല്ലെ. ഇവിടെ ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് പറയാൻ പറ്റും ഇത് ലിമിറ്റിംഗ് റിയേജന്റാ. കാരണം ഇതിന് 1ന് 2 വേണം, അപ്പൊ ഇവിടെ 2ന് 4 വേണം, ഇവിടെ 10 ഉണ്ട്. അപ്പൊ എന്തായാലും ഇതാണ് ലിമിറ്റിംഗ് റിയേജന്റ് അല്ലെ. അപ്പൊ നമ്മൾ ആദ്യം ഇമാജിൻ ചെയ്യുക, സാധ്യമായ മാക്സിമം ബേറിയമൈഡേറ്റ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നു എന്ന് സങ്കല്പിക്കുക. പറഞ്ഞ മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് 2 മില്ലിമോൾ കംപ്ലീറ്റ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. അതിന് ഇതിലെ 4 മോൾ എടുക്കും അല്ലെ. 2 മില്ലിമോൾ 4 മില്ലിമോൾ എടുക്കും അല്ലെ. അപ്പൊ അതുകൊണ്ട് 6 മില്ലിമോൾ സോഡിയം ഹൈഡ്രേറ്റ് അവിടെ തന്നെ കിടക്കുന്നുണ്ടാവും. ഇത് 2 മില്ലിമോൾ ഇതിന്റെ 4 മില്ലിമോളുമായിട്ട് റിയാക്ട് ചെയ്ത് ഇത് 2 മില്ലിമോൾ ഉണ്ടാവും, ഇത് 4 മില്ലിമോളും ഉണ്ടാവും. ശരിയല്ലേ? 4 വെച്ച് നോക്കൂ അല്ലെ. ഇത് 2 മില്ലിമോൾ പ്രസിപ്പിറ്റേറ്റ് ചെയ്യും, ഇത് 4 മില്ലിമോൾ അവിടെ ഉണ്ടാവും. ഇത് നമുക്ക് ആവശ്യമില്ലാത്തൊരു ഡാറ്റയാണ്, എന്നാലും നമ്മൾ എഴുതിയെന്ന് മാത്രം. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോണത്, അങ്ങനെയാണെങ്കിൽ ഈ പ്രസിപ്പിറ്റേഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇതിൽ അയോഡേറ്റ് എത്ര ബാക്കിയുണ്ട്. അയോഡേറ്റ് മുഴുവൻ പ്രസിപ്പിറ്റേറ്റിൽ 6 മില്ലിമോൾ ഇപ്പോഴും അവിടെ കിടക്കുകയാണ് അല്ലെ, വെള്ളത്തിൽ കിടക്കുകയാണ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യാതെ. അപ്പൊ നമ്മൾ നോക്കുകയാണ് IO3 മൈനസ് അക്വ റിമൈനിങ്, അത് റിമൈനിങ് മോൾ ബൈ റിമൈനിങ് ടോട്ടൽ വോളിയം ആണല്ലോ. റിമൈനിങ് മോൾ എത്രയാ? 2 × 2 4 നമ്മൾ പറഞ്ഞു ഉപയോഗിച്ച് പോണത് അല്ലെ. 4 നേരിട്ട് എഴുതിയാലും മതി. 10 - 4 ആകെ വോളിയമോ മിക്സപ്പ് ചെയ്യുമ്പോൾ 2 വോളിയം കൂട്ടണ്ടേ. 300 ml, 200 + 100, അപ്പൊ 6 മില്ലിമോൾ ബൈ 300 ml ആണ് ഇപ്പോൾ ലായനിയിൽ മിക്സ് ചെയ്തതിന് ശേഷം അയോഡേറ്റ് അക്വ സൊല്യൂഷനിൽ റിമെയിൻ ചെയ്യുന്നത്. മില്ലിമോൾ ബൈ ml എന്ന് പറയുന്നത് മോൾ പെർ ലിറ്ററിന് തുല്യമാണ്. ഇതും 1000 കൊണ്ട് അല്ല, ഇതും 1000 ടൈംസ് എടുത്താൽ ഇത് മോളാവും, ഇത് ലിറ്ററും ആവും. അപ്പൊ 6/300 മോൾ പെർ ലിറ്റർ. 6/300 പറഞ്ഞാൽ 0.02 മോൾ പെർ ലിറ്റർ എന്ന് പറഞ്ഞാൽ 0.02 മോളാണ്. അപ്പൊ നമ്മൾ ചെയ്തത് എന്താ വെച്ചാല്, ലായനിയിലെ ആഫ്റ്റർ മിക്സിംഗ് ഉള്ള അയോഡേറ്റിന്റെ കോൺസെൻട്രേഷൻ നമുക്കറിയാം. ഓക്കെ, ഇനി നമ്മൾ സങ്കല്പിക്കുക, ആദ്യം പ്രസിപ്പിറ്റേറ്റ് ചെയ്ത ബേറിയം അയോഡേറ്റിന്റെ ചെറിയൊരു അംശം വെള്ളത്തിലേക്ക് തിരിച്ചലിഞ്ഞു. ശരിക്കും ഇങ്ങനെ ആവണമെന്നില്ല സംഭവിക്കുന്നത്, പക്ഷെ നമ്മൾ അങ്ങനെ സങ്കല്പിക്കുക. ആദ്യം പ്രസിപ്പിറ്റേറ്റ് ചെയ്തിട്ട് പിന്നെ അലിയും, അങ്ങനെയാണെന്ന് സങ്കല്പിക്കുക. അത് എസ് മോൾ പെർ ലിറ്റർ ആണ് അലിഞ്ഞതെന്ന് കരുതുക. അതാണ് അടുത്ത സെന്റൻസ് എഴുതിയത്. ലെറ്റ് എസ് മോൾ BaIO3 ട്വൈസ് ബി ഡിസോൾവ്ഡ് ബാക്ക് ആഫ്റ്റർ പ്രസിപ്പിറ്റേഷൻ. ഡിസോൾവ് ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കുക. സോ ഇറ്റ്സ് അതെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സൊല്യൂബിലിറ്റി എസ് മോൾ പെർ ലിറ്റർ എന്നാണ് നമ്മൾ അർത്ഥാക്കുന്നത് അല്ലെ. ഇത് നമ്മൾ KSP എങ്ങനെ എഴുതുക? KSP നമുക്കറിയാം, സ്ക്വയർ ബ്രാക്കറ്റ് BA2 പ്ലസ് ഇൻറ്റു സ്ക്വയർ ബ്രാക്കറ്റ് IO3 മൈനസ് സ്ക്വയർ അല്ലേ വരിക. അതിൽ സ്ക്വയർ ബ്രാക്കറ്റ് BA2 പ്ലസ് ആണ് നമ്മൾ S എടുത്തത് അല്ലെ. ഇനി സ്ക്വയർ ബ്രാക്കറ്റ് IO3 മൈനസ് സ്ക്വയർ ബ്രാക്കറ്റ് IO3 മൈനസ് നമുക്ക് ഇവിടുന്ന് തന്നെ 0.02 മോൾ ഉണ്ട്. പിന്നെ എസ് മോള് BaIO3 ട്വൈസ് അലിയുമ്പോൾ അതിന് 2S മോൾ IO3 വീണ്ടും വരില്ലേ. ഓൾറെഡി അവിടെ അലിയാതെ നിന്നതും പിന്നെ ബേറിയം അയോഡേറ്റ് അലിയുമ്പോൾ അതിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ കൂടി വരും. അപ്പൊ അതെന്താവും? 0.02 പ്ലസ് ബേറിയം ഇതിന്ന് വന്ന ഇതിന്റെ കൂടെയുള്ള എസിന്റെ ഇരട്ടി IO3 ട്വൈസ് ആയതുകൊണ്ട് 2S കൂടി വരും അല്ലെ, അതിന്റെ സ്ക്വയർ. പക്ഷേ ഇത്തരം പ്രോബ്ലങ്ങൾ എപ്പോഴും ആ ഈ 0.02 കമ്പയർ ചെയ്യുമ്പോൾ സൊല്യൂബിലിറ്റി വളരെ കുറവാണ് ഇത്തരം സോളിഡുകൾക്ക്. അപ്പൊ ഈ 0.02 കമ്പയർ ചെയ്യുമ്പോൾ ഈ 2S എന്നുള്ളത് എക്സ്ട്രീംലി സ്മോൾ ആയിരിക്കും. നെഗ്ലക്ട് ചെയ്താലും വലിയ പ്രശ്നമില്ലാത്തതായിരിക്കും. അതുകൊണ്ട് നമ്മൾ S/0.02 പ്ലസ് 2S സ്ക്വയർ എന്നുള്ളതിനെ S/0.02 സ്ക്വയർ എന്ന് എഴുതി. കാരണം ഈ 2S വെരി സ്മോൾ ആണ്. പറഞ്ഞ മനസ്സിലായില്ലേ? ആഡ് ചെയ്യുന്ന
എസ് എലിമിനേറ്റ് ചെയ്യാൻ അവോയ്ഡ് ചെയ്യാൻ പാടുള്ളൂ. മൾട്ടിപ്ലൈ ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പാടില്ല, നമുക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാകും അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എസ് ഇൻറ്റു പോയിന്റ് എന്ന് പറഞ്ഞാൽ 4 × 10⁻⁴ ആണ് സൊല്യൂബിലിറ്റി. മനസ്സിലായല്ലോ? ഇനി പക്ഷെ അല്ല സൊല്യൂബിലിറ്റി അല്ല, സൊല്യൂബിലിറ്റി പ്രൊഡക്റ്റ് നമുക്ക് ASP ആണല്ലോ എഴുതിയത്. പക്ഷെ നമുക്ക് സൊല്യൂബിലിറ്റി പ്രൊഡക്റ്റ് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. 1.58 × 10⁻⁹ ഗിവൺ ആണ്. അത് അപ്പൊ ഇതിന് തുല്യല്ലേ അല്ലെ? അതപ്പോ ഇതിന് തുല്യമാണ്. 4 × 10⁻⁴ തുല്യമാണ്. അപ്പോ എസ് എന്ത് വന്നു? സൊല്യൂബിലിറ്റി ഐസൊലേറ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് 0.385 × 10⁻⁵ എന്ന് കിട്ടി സൊല്യൂബിലിറ്റി മോൾ പെർ ലിറ്റർ. പക്ഷെ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് ഇങ്ങനെയല്ല, ഇത് കണ്ടുപിടിക്കാനല്ല പറഞ്ഞത്. ആ സൊല്യൂബിലിറ്റി x × 10⁻⁶ ആണെങ്കിൽ x എന്താണെന്നാണ് ചോദ്യം. ഒന്ന് ട്വിസ്റ്റ് ചെയ്തിരിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? അതിനെ തന്ന x × 10⁻⁶ ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. therefore x എന്തായിരിക്കും? അപ്പോൾ 10⁻⁶ ഇങ്ങോട്ട് എടുക്കുക. 0.385 × 10⁻⁵ / 10⁻⁶ അല്ലെ? 10⁻⁶ ന്യൂമറേറ്റർ വരുമ്പോൾ 10⁻+6 ആവും. അപ്പൊ ഇൻറ്റു 10 വരും. 0.385 × 10 എന്ന് പറഞ്ഞാൽ 3.85 മോൾ പെർ ലിറ്റർ. അപ്പൊ നമ്മുടെ ഈ ചോദ്യത്തിന്റെ ഉത്തരം 3.85 മോൾ പെർ ലിറ്റർ. ഒറ്റ തവണ കേട്ടപ്പോൾ മനസ്സിലാവാത്തൊരു 2-3 തവണ കേട്ടു നോക്കുക. ഇതിന് ഇത്തിരി സങ്കീർണമാണ്, ഞാൻ പറഞ്ഞല്ലോ. അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക്. ഇനി അടുത്ത ചോദ്യം മൂന്നാമത്തെ ന്യൂമറിക്കൽ പ്രോബ്ലം ആണ്. അത് പേപ്പർ 2-ലെ 11 കണ്ടിന്യൂസ് നമ്പറിംഗ് ആണല്ലോ, 11ാമത്തെ ചോദ്യമാണ്. അത് സർഫസ് കെമിസ്ട്രിയിൽ നിന്നാണ്. സർഫസ് കെമിസ്ട്രിയിലെ അഡ്സോർപ്ഷൻ ബേസ് ചെയ്തിട്ടാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഫ്രിൻലിഷ് അഡ്സോർപ്ഷൻ ഐസോതേം വെച്ചിട്ടാണ്. ഫ്രിൻലിഷ് അഡ്സോർപ്ഷൻ ഐസോതേമിന്റെ ഇക്വേഷൻ എന്താ? x/m = k × c⁴ c കോൺസെൻട്രേഷൻ. ഓർ ലോഗ് എടുത്താൽ log x/m = 1/n log c + log k. ഇനി ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കുക. അക്വസ് ഫിനോളിൽ നിന്ന് ഫ്ലൈ ആഷ് എന്ന് പറയുന്ന അഡ്സോർബന്റ് ഫിനോളിനെ അഡ്സോർബ് ചെയ്യാണ്. അക്വസ് ഫിനോളിൽ നിന്ന് ഫ്ലൈ ആഷ് എന്ന് പറയുന്ന അഡ്സോർബന്റ് ഫിനോളിനെ അഡ്സോർബ് ചെയ്യുകയാണ്. ഓക്കെ, അതില് കോൺസെൻട്രേഷൻ ഫിനോൾ ഇത്രയായിരുന്നപ്പോൾ ഇത്ര അഡ്സോർബ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അതിന് 2 ഉദാഹരണങ്ങൾ തരുന്നുണ്ട്. ഇത്രയായപ്പോൾ ഇത്ര അഡ്സോർബ് ചെയ്തു, വീണ്ടും ഇത്രയായപ്പോൾ ഇത്ര അഡ്സോർബ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ കോൺസെൻട്രേഷൻ ഒരു 3rd വാല്യൂ തന്നിട്ട് അതാണെങ്കിൽ എത്ര അഡ്സോർബ് ചെയ്യുന്നതാണ് ചോദ്യം. മനസ്സിലായല്ലോ? കോൺസെൻട്രേഷൻ ഇത്രയായിരുന്നപ്പോൾ ഇത്രയാണ് അഡ്സോർബ് ചെയ്തത്, വേറൊരു കോൺസെൻട്രേഷനിൽ ഇത്ര അഡ്സോർബ് ചെയ്തു. അങ്ങനെയാണ് ഒരു 3rd കോൺസെൻട്രേഷനിൽ എത്ര അഡ്സോർബ് ചെയ്യുന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമ്മൾ തന്ന ഡാറ്റ ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കോൺസെൻട്രേഷൻ 10 ആയിരുന്നപ്പോൾ 4 അഡ്സോർബ് ചെയ്തു എന്നാണ്. സി 10 ആയിരുന്നപ്പോൾ x/m 4 ആണ്. എക്സും എമ്മും വെവ്വേറെ എഴുതേണ്ട കാര്യമില്ല കേട്ടോ. അപ്പൊ log 4 = 1/n log 10 + log k. ഫസ്റ്റ് ഇൻഫർമേഷൻ ബേസ്ഡ് ഇക്വേഷൻ. രണ്ടാമത് വീണ്ടും തന്നു 16 ആയപ്പോ 10 അഡ്സോർബ് ചെയ്തു. അപ്പൊ log 10 = 1/n log 16 + log k. അതിന് 2 ഇക്വേഷൻ കിട്ടിയല്ലോ. അപ്പൊ ഒരർത്ഥത്തിൽ ഇവിടെ 2 ഇക്വേഷൻ 2 അൺനോണും ആണ്. അപ്പൊ നമുക്ക് എന്നും കെയും കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ? അപ്പൊ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി സെക്കൻഡ് ഇക്വേഷൻ ഫസ്റ്റ് സബ്ട്രാക്ട് ചെയ്യുക. 2 - 1 log 10ൽ നിന്ന് log 4. ഇവര് log 2 മാത്രം തന്നിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് ഇവിടെ ഉപയോഗിക്കേണ്ടിയും വരും. log 10 - log 4. log 10 1 ആണെന്ന് നമുക്കറിയാം അല്ലെ? log 4 എന്ന് പറഞ്ഞാൽ 2 log 2 അല്ലേ? log 2⁻2 ആണ്. അത് 2 log 2 ആണ് അല്ലെ? 2 log 2 ആണ്. ഓക്കെ, അപ്പൊ എന്താ 2 × 0.3. അപ്പോ 1 - 0.6 എന്ന് വരില്ലേ അല്ലെ? അപ്പൊ എന്താ 0.4. ഇനി റൈറ്റ് ഹാൻഡ് സൈഡ് 1/n പുറത്ത് വെച്ചു. log 16 ഇതേമാതിരി log 2⁴ ആണ് അല്ലെ? 4 log 2 ആണ് എന്ന് പറഞ്ഞാൽ 4 × 0.3 ആണ് എന്ന് പറഞ്ഞാൽ 1.2 ആണ്. -1 എന്ന് വരും അല്ലെ? 1.2 - 1 0.2 ആണ് അല്ലെ? അപ്പൊ എന്ത് വന്നു? 1/n × 0.2 എന്ന് വന്നു ഈ ടേം. അപ്പൊ എന്താ വന്നത്? 0.4 എന്ന് പറഞ്ഞാൽ 0.2 × 1/n. അപ്പൊ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത n എന്തായി? 0.2/0.4 അഥവാ 1/2 അഥവാ 0.5. അപ്പൊ ഒരെണ്ണം നമുക്ക് കിട്ടി. ഇനി ഇത് ഫീഡ്ബാക്ക് ചെയ്യുക. ഏതെങ്കിലും 1ലോ 2ലോ ഫീഡ്ബാക്ക് ചെയ്താൽ നമുക്ക് k കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഫീഡിങ് ഇൻ 1. ഇവിടെ നോക്കൂ, log 4 സമമാണ്. log 4 എന്താന്ന് ഇപ്പൊ തന്നെ പറയാം. log 4 എന്ന് പറഞ്ഞാൽ 2 log 2 ആണ്. 2 × 0.3 0.6 ആണ്. അത് എഴുതി. 1/n 1/0.5 log 10 1 ആണ്. പ്ലസ് log k ആണല്ലോ അല്ലെ? അതെ. അപ്പൊ ഈ ടൈം എന്താ? 1/0.5 × 1 2 ആണ്. 2 + log k ആണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ log k എന്താ? 0.6 - 2 അല്ലേ?
0.6 മൈനസ് 2 എന്ന് പറഞ്ഞാൽ -1.4 അപ്പൊ ലോഗ് കെ ആണ് -1.4. ഓർക്കുക, നമ്മൾ വീണ്ടും കെ കാണാൻ വേണ്ടി സമയം വേസ്റ്റ് ചെയ്യരുത്. കാരണം നമുക്ക് വേണ്ടത് ലോഗ് കെ ആണ് അടുത്ത ഇക്വേഷനിലും. അപ്പൊ എന്തിനാ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യുന്നത്, ടൈം വേസ്റ്റ് ചെയ്യുന്നത്? അപ്പൊ അടുത്ത ഇക്വേഷൻ ഇനി നമ്മൾ നമ്മുടെ റിക്വയർഡ് ഇക്വേഷനിൽ എഴുതാണ്. അപ്ലൈങ് ടു അവർ കേസ് വീണ്ടും എഴുതും. നമുക്ക് എക്സ് ബൈ എം ആണ് കാണേണ്ടത്. ലോഗ് എക്സ് ബൈ എം ഇവിടെ തന്ന കോൺസെൻട്രേഷൻ 20 ആണ്. 1/n നമുക്ക് അറിയാം 1/0.52 ആണെന്ന്. അപ്പൊ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇൻറ്റു ലോഗ് 20 പ്ലസ് ലോഗ് കെക്ക് പകരം -1.4. കണ്ടോ, അതാ ഞാൻ പറഞ്ഞത്, ലോഗ് കെ ആണ് വേണ്ടത്. അപ്പൊ -1.4. അപ്പൊ നോക്കൂ, ലോഗ് 20 എന്താ 1.3 ആണ് അല്ലെ. ലോഗ് 20 പറഞ്ഞാൽ ലോഗ് 2 × 10⁻1 അല്ലേ. ലോഗ് 10⁻1 എത്രയാ? 1 ആണ്. ലോഗ് 2 എത്രയാ? 0.3 ആണ്. അപ്പൊ 1 + 0.3 എത്രയാ? 1.3 ആണ്. അങ്ങനെയാണ് ലോഗ് 20 1.3 ആവുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ 2 × 1.3 - 1.4 എന്ന് പറഞ്ഞാൽ 2.6 - 1.4 1.2 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് ലോഗ് എക്സ് ബൈ എം ആണ് 1.2 എന്ന് കിട്ടിയത്. അപ്പൊ എക്സ് ബൈ എം കാണണമെങ്കിലോ ആന്റി ലോഗ് 1.2 കാണണ്ടേ? പക്ഷെ അതിന് നമുക്ക് ആ ഡാറ്റ അവർ തന്നിട്ടില്ല. അതൊരു ഇൻജസ്റ്റിസ് ആയിട്ട് എനിക്ക് തോന്നിയത്. അപ്പൊ അത് നമുക്ക് ആന്റി ലോഗരിതം ടേബിൾ ആന്റി ലോഗരിതം നോക്കിയാൽ 1.58 എന്ന് കിട്ടും. ഏത് 0.2ന്റെ ആന്റി ലോഗ് ആണ് നമ്മൾ നോക്കുക. കാൽക്കുലേറ്ററിലാണെങ്കിൽ നേരിട്ട് നോക്കാം. അതല്ലെങ്കിൽ ക്ലർക്സ് ടേബിളിൽ ആണെങ്കിൽ ലോഗരിതം ടേബിളിൽ നോക്കിയാൽ നമ്മൾ 0.2ന്റെ ആന്റി ലോഗ് നോക്കുമ്പോൾ 1.58 എന്ന് കിട്ടും. ഇത് ക്യാരക്ടറിസ്റ്റിക് പവറായി മാറും × 10⁻1. അപ്പൊ 15.8 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. അപ്പൊ ഇതിൽ ലാസ്റ്റ് സ്റ്റേജ് വരെ ചെയ്തിട്ട് ലാസ്റ്റ് ഇത് കിട്ടാതെ വരുന്നവര് മാത്രം ഇത്തിരി ബുദ്ധിമുട്ടും. ചിലപ്പോൾ എല്ലാം അറിയായിരിക്കും, പക്ഷെ ആന്റി ലോഗ് ഒന്നും എല്ലാവരും കാണാപാഠം പിടിച്ച് വെക്കില്ല. ഇതിന് വേറെ വഴിയില്ല. ഓക്കെ, ശരി. ഇനി ന്യൂമറിക്കലിന്റെ 4ാമത്തെ പ്രോബ്ലം, ക്വസ്റ്റ്യൻ നമ്പറിൽ 12th പ്രോബ്ലം. ഇത് കെമിക്കൽ കൈനറ്റിക്സിൽ നിന്നാണ്. ഇത് ഒരു സാധാരണ വരുന്ന രീതിയിലുള്ള ഒരു ചോദ്യമല്ല, സാധാരണ നമ്മൾ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രോബ്ലം അല്ല. അതുകൊണ്ട് ഒരു അല്പം ട്രബിൾസം ആണെന്ന് പറയാം. ഇവിടെ തന്നിരിക്കുകയാണ് ഒരു റിയാക്ഷന്റെ റേറ്റ് ഇക്വേഷൻ K × (A) × (r). ഇങ്ങനെയാണ്. അപ്പോൾ ഫസ്റ്റ് ഓർഡർ വിത്ത് റെസ്പെക്ട് ബോത്ത് A and R. പിന്നെ അവർ വേറെ ഇൻഫർമേഷൻ കൂടി തന്നിട്ട് ഇനീഷ്യലായിട്ട് എടുത്ത ആറിന്റെ കോൺസെൻട്രേഷൻ എയുടെ 10 ടൈംസ് ആണ്. R0 = 10 A0 ആണെന്ന് അവർ തന്നിട്ടുമുണ്ട്. ഓക്കെ, ഇനി അവര് പറയുന്നത് എന്താ വെച്ചാല് ഈ എക്സ്പെരിമെന്റ് ചെയ്യുന്ന ആള് ഏത് റിയാക്ഷനാണോ എക്സസ് എടുക്കുക അതിലാണ് സാധാരണ ഒരു റിയാക്ഷൻ സീറോ ഓർഡർ ആയി മാറും. ഇപ്പൊ നമ്മള് അക്വസ് സ്റ്റേറ്റിലുള്ള ഹൈഡ്രോളിസിസ്, ലാർജ് എമൗണ്ട് വാട്ടർ എടുത്ത് ക്യാരി ഔട്ട് ചെയ്യുന്ന ഹൈഡ്രോളിസിസ് ഒക്കെ സീറോ ഓർഡർ വിത്ത് റെസ്പെക്ട് ടു വാട്ടർ ആണെന്ന് നമ്മൾ പറയാറുണ്ട്. ഇതിന്റെ കാരണം എന്താ? അവിടെ വാട്ടർ ലാർജ് എക്സസ് ആണ്. അപ്പോൾ അതിന്റെ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുമ്പോൾ വാട്ടറിൽ ഉണ്ടാവുന്ന കോൺസെൻട്രേഷൻ ചേഞ്ച് വളരെ നെഗ്ലിജിബിൾ ആയിരിക്കും. കാരണം അത്രയും ഹ്യൂജ് എക്സസിൽ ചെറിയ എമൗണ്ട് റിയാക്ട് ചെയ്ത് പോയാലും കോൺസെൻട്രേഷൻ മാറില്ലല്ലോ കാര്യമായിട്ട്, അല്ലെ? അപ്പൊ അതുകൊണ്ട് അതിന്റെ കോൺസെൻട്രേഷൻ പ്രാക്ടിക്കലി കോൺസ്റ്റന്റ് ആയി നിൽക്കുകയും അതുകൊണ്ട് it will be following zero order with respect to that reactant which is in excess. Such reactions are called pseudo unimolecular reactions. അല്ലെ, ഇവിടെ 6 എക്സസ് എടുത്തു, 10 ടൈംസ് എടുത്തത് കൊണ്ട് അദ്ദേഹം വിചാരിച്ചു ഈ റിയാക്ഷൻ സ്യൂഡോ യൂണിമോളിക്കുലർ ആണ്. കാരണം 6 കോൺസ്റ്റന്റ് ആയി നിൽക്കും, അതുകൊണ്ട് സീറോ ഓർഡർ വിത്ത് റെസ്പെക്ട് ടു 6 ആണെന്ന് അദ്ദേഹം കരുതി. അപ്പൊ നോക്കൂ, ശരിക്കുള്ള അദ്ദേഹം എന്ത് ചെയ്തു? K × R ഒരു കോൺസ്റ്റന്റ് ആണല്ലോ. Assumed it to be pseudo unimolecular with respect to R, then K is equal to pseudo unimolecular with respect to A എന്നാണ് ശരിക്കും പറയുന്നത്. കാരണം ആറിലാണ് സീറോ ഓർഡർ ആയി വന്നത്. Pseudo unimolecular with respect to A because zero order with respect to R, അങ്ങനെയാണ് പറയേണ്ടത്. അപ്പൊ K × R അദ്ദേഹം ഒരു കോൺസ്റ്റന്റ് ആണെന്ന് കരുതി അതിന് അദ്ദേഹം K0 എന്ന് പേര് കൊടുത്തു, എ ന്യൂ കോൺസ്റ്റന്റ്. അപ്പൊ ശരിക്കുള്ള റേറ്റ് ഇക്വേഷൻ ഇവിടെ എന്താ? ശരിക്കും പറഞ്ഞാൽ 10 മോളാർ എടുത്തിട്ടും ഇത്ര എക്സസ് എടുത്തിട്ടും അതിൽ സീറോ ഓർഡർ ആയിട്ടില്ല. ഒരു പക്ഷെ അത് 100 മോളാർ എടുത്താലേ ആറിൽ സീറോ ഓർഡർ ശരിക്കും ആകുള്ളൂ ആയിരിക്കാം. അതുകൊണ്ടായിരിക്കാം 10 മോളാർ എടുത്താൽ ഇപ്പോഴും എയുടെയും ആറിന്റെയും കോൺസെൻട്രേഷൻ അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. വേണ്ടത്ര എക്സസ് എടുത്തിട്ടുണ്ടാവില്ല. പറഞ്ഞ മനസ്സിലായല്ലോ? അപ്പൊ ഇപ്പോഴും അത് ഫസ്റ്റ് ഓർഡർ വിത്ത് റെസ്പെക്ട് ബോത്ത് ആണ്. അപ്പൊ നോക്കൂ, റിക്വയർഡ് ഇക്വേഷൻ dx/dt, റേറ്റ് ഇക്വേഷൻ ഒറിജിനൽ dx/dt = K × A × R. പക്ഷെ അദ്ദേഹം തെറ്റായിട്ട് ധരിച്ചു വെച്ചത് എന്താ? അസ്യൂംഡ് ഇക്വേഷൻ എന്താ? dx/dt K × R ഒരു കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു. dx/dt = K0 × A എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. K0 × A എന്നാണ് അദ്ദേഹം എടുക്കുന്നത്. പറഞ്ഞ മനസ്സിലായല്ലോ? K0 × A അതെന്താവും? അപ്പോ K × R × A എന്ന് വരും. ശരിയല്ലേ പറഞ്ഞത്? K0 × A എന്നാണ് അദ്ദേഹം എടുക്കുന്ന റേറ്റ് ഇക്വേഷൻ.
കാരണം അദ്ദേഹം കരുതുന്ന എന്താ, ആറിന് ഡിപ്പെൻഡൻസ് ഇല്ല. ഓക്കെ, k0 into dx by dt is equal to k0 into a is equal to k0 into a is equal to k into r into a. പറഞ്ഞ മനസ്സിലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അതിന് അവിടെ എഴുതിയിട്ടുണ്ട് k0 എന്ന് ഇവിടെ ഉണ്ട്. ഐ എം സോറി. ഓക്കെ, ഇനി ചോദ്യം എന്താ അറിയോ, ഇദ്ദേഹം ഇങ്ങനെ തെറ്റായിട്ടൊരു അസംഷനിൽ എത്തിയത് കൊണ്ട് റിയാക്ഷൻ ശരിക്കും 40% കഴിഞ്ഞിരിക്കുമ്പോൾ കാൽക്കുലേഷനിൽ ഉണ്ടാവുന്ന പെർസെൻറ്റേജ് എറർ എന്താണ്? ഇതാണ് ചോദ്യം. ഇദ്ദേഹത്തിന്റെ ഈ തെറ്റിദ്ധാരണ മൂലം റിസൾട്ടിൽ ഉണ്ടാവുന്ന പെർസെൻറ്റേജ് എറർ നമുക്ക് കണ്ടുപിടിക്കണം. അതെപ്പോ? ഒരു പ്രത്യേക ഇൻസ്റ്റന്റ് ആണ് അവർ പറയുന്നത്. 40% റിയാക്ഷൻ കംപ്ലീറ്റ് ആവുമ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് അത്ര സങ്കീർണ്ണമല്ല. ലെറ്റ് ജസ്റ്റ് ടേക്ക്, ഇനി പെർസെൻറ്റേജ് എറർ ആണല്ലോ ചോദിച്ചത്. അപ്പൊ ഏറ്റവും ബുദ്ധിപൂർവ്വമായിട്ടുള്ള സെലക്ഷൻ എന്താ വെച്ചാൽ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ 100 എന്ന് തന്നെ എടുക്കുക. അപ്പൊ കിട്ടുന്ന വാല്യൂ പിന്നെ പെർസെന്റേജ് മനസ്സിലായല്ലോ, 100 എന്ന് എടുക്കുക. നോക്കൂ, ലെറ്റ് us take A0 is 100. അങ്ങനെയാണെങ്കിൽ R0 എന്തായിരിക്കും? എന്റെ 10 ഇരട്ടി എന്നല്ലേ പറഞ്ഞത് ഇനീഷ്യലായിട്ട്, 1000. അപ്പൊ തുടങ്ങിയപ്പോ 100 ആയിരുന്നു, R0 അപ്പൊ 1000 ആവും അല്ലെ. ഇനി ആക്ച്വൽ റേറ്റ് വെൻ 40% ഈസ് കംപ്ലീറ്റ്, 40% റിയാക്ഷൻ മുന്നോട്ട് പോയാൽ എത്ര ബാക്കി ഉണ്ടാവും നോക്കൂ. അപ്പൊ എന്താ, K ഇൻറ്റു എ ഇപ്പം എത്ര അവശേഷിക്കും? 100ന്റെ 40%. അതുകൊണ്ടാണ് ഞാൻ 100 എന്ന് പറഞ്ഞ് തുടങ്ങാന്ന് പറഞ്ഞത്. കാൽക്കുലേഷൻ എളുപ്പമാവും. 100 മൈനസ് 40 ആവും അല്ലെ, 60 ആവും. അപ്പൊ 1000 എന്നുള്ളത് എത്രയാവും? 1000 നിന്നും അതേ, കാരണം എയും ബിയും ഒരേ മോൾസ് ആണ് റിയാക്ട് ചെയ്യുക. എ എത്ര മോളിക്കുള്ള റിയാക്ട് ചെയ്യുന്നു, ബിയും എത്ര മോളിക്കുള്ള റിയാക്ട് ചെയ്യുക. അല്ലാണ്ട് 1000ന്റെ 40% 400 എന്നല്ല കരുതേണ്ടത്. പറഞ്ഞ മനസ്സിലായില്ല, തെറ്റിപ്പോകരുത്. 1000 40 തന്നെയാ പോവുക. അപ്പൊ 1000 മൈനസ് 40, അപ്പൊ K ഇൻറ്റു 60 ഇൻറ്റു 960 എന്ന് വരും. എന്ത്? ആക്ച്വൽ റേറ്റ്. ഇനി സപ്പോസ് റോങ് റേറ്റ് എന്താ? അവിടെ അവർക്ക് എന്താ തെറ്റ് പറ്റിയത്? അവര് K0 ഇൻറ്റു എ എന്ന് എടുക്കുള്ളൂ, അവര് ആറിനെ കുറിച്ച് ചിന്തിക്കില്ല. ആ K0 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എന്താ, K ഇൻറ്റു R0 ഇൻറ്റു എ എന്നാണ് അല്ലെ. K തന്നെ, R0 എത്ര? 1000 ഇൻറ്റു 60 എന്ന് എഴുതുവര് എന്ന് പറഞ്ഞാൽ 960 ആക്കേണ്ട സ്ഥാനത്ത് അവരുടെ കാൽക്കുലേഷൻ വരുന്നത് 1000 ആണ്. അതാണ് അവിടെ നിന്നാണ് എറർ പുറപ്പെടുന്നത്. 960 യഥാർത്ഥത്തിൽ എടുക്കേണ്ടതിന് വരെ അവരത് കോൺസ്റ്റന്റ് ആയി നിൽക്കുന്നുള്ള തെറ്റിദ്ധാരണയിൽ 1000 എന്ന് വെച്ചിട്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്യും. മനസ്സിലായല്ലോ, K ഇൻറ്റു 1000 ഇൻറ്റു 60. അപ്പൊ ഇത്ര ആയി കഴിഞ്ഞാൽ നമുക്ക് ഇനി പെർസെന്റേജ് എറർ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ പെർസെന്റേജ് എറർ ശ്രദ്ധിച്ചിരിക്കുക. ഇങ്ങനെ ഈ ഒരു ഉത്തരാണ് അവർക്ക് കിട്ടുന്നത്. കിട്ടേണ്ടത് ഇതാണ്. അപ്പൊ പെർസെന്റേജ് എറർ കിട്ടാൻ എന്താ ചെയ്യുക? തെറ്റായിട്ടുള്ള റിസൾട്ട് എന്താ? K ഇൻറ്റു 1000 ഇൻറ്റു 60. ആക്ച്വൽ റിസൾട്ട് എന്താ? K ഇൻറ്റു 960 ഇൻറ്റു 60 അല്ലെ. അപ്പൊ ഈ വ്യത്യാസം കാണാം. പോസിറ്റീവായി കിട്ടാൻ വലുതെന്ന് ചെറുത് കുറച്ചു, ഡിവൈഡഡ് ബൈ എന്തിലാണ് ഇത്ര എറർ വന്നത്? ഒറിജിനൽ വാല്യൂ, റിയാലിറ്റിനെയാണ് ഡിനോമിനേറ്റർ ആക്കേണ്ടത്, അല്ലാണ്ട് സപ്പോസ്ഡ് വാല്യൂവിനെ അല്ല. അപ്പൊ ഡിനോമിനേറ്ററിൽ K ഇൻറ്റു 960 ഇൻറ്റു 60 ആണ്, 1000 ഇൻറ്റു 60 എന്ന് അറിയാണ്ട് എഴുതി പോരുത്. പറഞ്ഞ മനസ്സിലായില്ലോ. ഇത്രയും വരണ്ടയിടത്താണ് ഇത്രയും എറർ വന്നത്. പറഞ്ഞ മനസ്സിലായില്ലോ. അപ്പൊ K ഇൻറ്റു 960 ബൈ ഇൻറ്റു 60 ഇൻറ്റു 100 പെർസെന്റേജിലെ മാറ്റം 100. അപ്പൊ നമ്മളത് സിംപ്ലിഫൈ ചെയ്യാൻ വളരെ എളുപ്പം. എന്താ അറിയോ, K എല്ലാ ടൈമിലും ഉണ്ട്, വെട്ടിപ്പോവും. 60 എല്ലാത്തിലും ഉണ്ട്, വെട്ടിപ്പോവും. അപ്പൊ അത് വെട്ടിക്കഴിഞ്ഞാൽ ബാക്കി വരുന്നത് എന്ത് മാത്രം അറിയോ? 1000 മൈനസ് 960 ഡിവൈഡ് ബൈ 960 എന്ന് വരും. ഇൻറ്റു 100 അപ്പുറം ഉണ്ടാവും. അപ്പൊ നമുക്ക് 4.17% എന്ന് ഉത്തരം കിട്ടും. സാവകാശം ആലോചിച്ച് നോക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഇത്തിരി ഒരു ട്വിസ്റ്റഡ് എന്നല്ല, ഇത്തിരി ഒരു സങ്കീർണത അതിലുണ്ട്. അത് 2-3 തവണ ഒന്ന് മനസ്സിരുത്തി വായിച്ചു നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത പ്രോബ്ലം ആണ്. ഇത് സൊല്യൂഷൻ ക്വസ്റ്റ്യൻ നമ്പർ 13 ആണ്. 5th പ്രോബ്ലം, ന്യൂമറിക്കലി 5th പ്രോബ്ലം. ഇത് സൊല്യൂഷനിലെ ഓസ്മോട്ടിക് പ്രഷർ വെച്ചിട്ടാണ്. ഇവിടെ ചോദ്യം എന്താ വെച്ചാൽ, ഒരു സൊല്യൂഷന്റെ ഓസ്മോട്ടിക് പ്രഷർ ഇത്രയാണ്, ഇത്ര ഗ്രാമാണ് ഡിസോൾവ് ചെയ്തത് ഇത്ര വോളിയൂമില്, അങ്ങനെ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, ഗ്യാസ് കോൺസ്റ്റന്റ് യൂസ് ചെയ്യാൻ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സബ്സ്റ്റൻസിന്റെ മോളാർ മാസ് എത്ര എന്നാണ് ചോദ്യം. മനസ്സിലായല്ലോ, ഗ്രാം പെർ മോളിലുള്ള മോളാർ മാസ്. അപ്പൊ ഇവിടെ പൈ കാണാൻ, ഇവിടെ ആകെ ഒരു സ്പെഷ്യാലിറ്റി പ്രോബ്ലത്തിന് എന്താ വെച്ചാല്, ഓസ്മോട്ടിക് പ്രഷർ നേരിട്ട് പറയുന്നതിന് പകരം ആ ഓസ്മോട്ടിക് പ്രഷർ സപ്പോർട്ട് ചെയ്യുന്ന സൊല്യൂഷൻ കോളത്തിന്റെ വെയിറ്റാ തന്നിരിക്കുന്നത്. അപ്പൊ അതിനെ ഓസ്മോട്ടിക് പ്രഷർ ആക്കാൻ നമ്മൾ പി ഓർ പൈ ഇസ് ഇക്വൽ ടു എച്ച് റോ ജി എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യണം. ഫിസിക്സിൽ യൂസ് ചെയ്യുന്നവർ, കെമിസ്ട്രിയിൽ അത് റയർ ആയിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ എന്ന് മാത്രം. അപ്പൊ അതിനെ അതിന്റെ ലെങ്ത്, സൊല്യൂഷൻ കോളത്തിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്, അതിന്റെ ഡെൻസിറ്റിയും തന്നിട്ടുണ്ട്. ഓക്കെ, അത് SI സിസ്റ്റത്തിലാണ് പ്രോബ്ലം ചെയ്യേണ്ടത്. ഓക്കെ, കാരണം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി മീറ്റർ, ജൂള് അതൊക്കെയാണ് ഇൻവോൾവ് ചെയ്യുന്നത്. അപ്പൊ ദാറ്റ്സ് ദ ബെറ്റർ വേ. ഓക്കെ, തിരിച്ചും ചെയ്യാം, തിരിച്ച് കംപ്ലീറ്റ് മറ്റേ യൂണിറ്റിലേക്കായിട്ടും ചെയ്യാം. നമ്മളിവിടെ ചെയ്യുന്നത് SI യൂണിറ്റിലാണ്. ഓക്കെ,
അപ്പൊ ഇവിടെ എച്ച് തന്നിരിക്കുന്നത് 2 സെന്റിമീറ്റർ ആണ്. റോ തന്നിരിക്കുന്നത് 1 ഗ്രാം പെർ ഡെൻസിറ്റി സൊല്യൂഷന്റെ തന്നിരിക്കുന്നത് 1 gram per centimeter cube ആണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 980 സെന്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ നമുക്കറിയാം. ഇനി നോക്കാം, അത് സിമ്പിൾ കാൽക്കുലേഷൻ 2 × 1 × 980 1960 ഡൈൻ പെർ സെന്റിമീറ്റർ സ്ക്വയർ നമുക്ക് കിട്ടും. ഓക്കെ, ഡൈൻ എന്ന് പറഞ്ഞാൽ 10⁵ ഡൈൻ ആണ് 1 ന്യൂട്ടൺ. അപ്പൊ നമ്മൾ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എസ് ഐയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് 1960 × 10⁻⁵ ചെയ്യണ്ടേ? അപ്പോഴല്ലേ ന്യൂട്ടൺ ആവുള്ളൂ. ചെറിയ വാല്യൂയിലേക്ക് മാറാൻ × 10⁻⁵ ആണ്, അല്ലെങ്കിൽ ഡിവൈഡ് ബൈ 10⁵ ആണ്. അപ്പൊ 10⁻⁵. ഇത് സെന്റിമീറ്ററിനെ മീറ്റർ ആക്കാൻ നമ്മൾ ഓരോ സെന്റിമീറ്ററും 0.01 മീറ്റർ ആണ്. അപ്പൊ 0.01 മീറ്റർ സ്ക്വയർ എന്ന് വരും അല്ലെ? അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ഡിനോമിനേറ്റർ 10⁻⁴ വരും. അത് ന്യൂമറേറ്ററിലേക്ക് എടുത്ത 10⁴ ആവും അല്ലെ? അപ്പൊ അത് 10⁻⁵ ആയിട്ട് 10⁻⁻1 ആയി മാറും. അപ്പൊ ആ 0 പോവും. അപ്പൊ 196 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ നമുക്ക് കിട്ടും. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് പ്രഷർ എസ് ഐ വാല്യൂല് 196 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിനായി. ഇനി നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വരട്ടെ. കോൺസെൻട്രേഷന്റെ കാര്യത്തിൽ കൂടി ഇത്തിരി ഒരു കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് അതും കൂടി നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. സി ഗിവൺ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് മോൾസ് ബൈ വോളിയം ആണ് അല്ലെ? നമ്പർ ഓഫ് മോൾസ് ബൈ വോളിയം ആണ്. അതിലെ നമ്പർ ഓഫ് മോൾസ് ആവട്ടെ മാസ് ബൈ മോളാർ മാസ് ആണെന്ന് നമുക്കറിയാലോ. മാസ് ബൈ മോളാർ മാസ് ആണ് അല്ലെ? അപ്പൊ മാസ് തന്നിട്ടുണ്ട് 2 ഗ്രാം ആണ് അല്ലെ? മോളാർ മാസ് ആണ് കണ്ടുപിടിക്കേണ്ടത്, അത് ഗ്രാം പെർ മോളാണ്, യൂണിറ്റിലാണ് വേണ്ടത്. അപ്പൊ ഇതിൽ നമ്മൾ ഗ്രാമിനെ കിലോഗ്രാം ആക്കേണ്ട കാര്യമില്ല. കാരണം ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഇവിടെ ഗ്രാം ഉണ്ട്, ഇവിടെ ഗ്രാം പെർ മോൾ ഉണ്ട് എന്നുള്ളതുകൊണ്ട് അതിന് കൺവേർഷന്റെ ആവശ്യമില്ല. ഡിവൈഡ് ബൈ 1 ലിറ്ററിലാണ് 2 ഗ്രാം എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ 1 ലിറ്റർ എന്ന് എഴുതി. പക്ഷെ നമുക്കത് SSSലെ മാറ്റുന്നത് ലിറ്ററിനെ മീറ്റർ ക്യൂബ് ആക്കണം. അപ്പൊ വീണ്ടും നമ്മൾ എഴുതാണ് 2 ഗ്രാം ഡിവൈഡ് ബൈ WM ഗ്രാം പെർ മോൾ ഇൻറ്റു ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 ലിറ്റർ ആണ് 1 മീറ്റർ ക്യൂബ് അല്ലെ? അപ്പൊ 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 10⁻³ മീറ്റർ ക്യൂബ് അല്ലേ? മനസ്സിലായല്ലോ? അപ്പൊ അങ്ങനെ എഴുതി. സമമാണ് 2 × 10⁻³ ന്യൂമറേറ്ററിലേക്ക് 10⁻³ ആയി. പിന്നെ യൂണിറ്റ് നോക്കൂ, ഗ്രാമും പോയി. ഡിനോമിനേറ്ററിലുള്ള മോള് ന്യൂമറേറ്ററിലേക്ക് വന്നു, മീറ്റർ ക്യൂബ് ഡിനോമിനേറ്റർ. അപ്പൊ നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടി 2 × 10⁻³ ബൈ WM മോൾ പെർ മീറ്റർ ക്യൂബ്. WM കണ്ടുപിടിക്കാനുള്ളതാണ്. ഇനി നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. പൈ ഈസ് ടു CRT 196 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ദിസ് ഇസ് പൈ. സി എത്രയാ? ഇതാ ഇത് 6 SI സിസ്റ്റത്തിലാണ് തന്നിരിക്കുന്നത്. 8.3 എന്ന് തന്നിട്ടുണ്ട്. അതായത് ജൂൾ പെർ മോൾ പെർ കെൽവിൻ അല്ലേ? അപ്പൊ യൂണിറ്റ് വെരിഫിക്കേഷൻ ചെയ്യണം എന്നുള്ളവർക്ക് അത് ന്യൂട്ടൺ മീറ്റർ പെർ മോൾ പെർ കെൽവിൻ എഴുതാം. ഇൻറ്റു 300 കെൽവിൻ എഴുതി അല്ലെ? അങ്ങനെയാണെങ്കിൽ ന്യൂമറിക്കൽ പാർട്ട് മാത്രം നോക്കും. നമുക്ക് WM കണ്ടുപിടിക്കേണ്ടത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 196 അങ്ങോട്ടും കൊണ്ടുപോകാം. അപ്പൊ ന്യൂമറിക്കൽ പാർട്ട് മാത്രം കളക്ട് ചെയ്താൽ ഈസ് ഈക്വൽ ടു 2 × 10⁻³ ഇൻറ്റു 8.3 ഇൻറ്റു 300 ബൈ 196 കിട്ടും. അത് ചെയ്താൽ 25408 എന്ന് കിട്ടും. അത് 2.5408 ഇൻറ്റു 10⁻⁴ എന്നാണ് അല്ലെ? നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞത് മോളാർ മാസ് x × 10⁻⁴ എന്നാണ്. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് x തന്നെ കിട്ടി. അത് 2.54 അടുത്താണ്. പറഞ്ഞ മനസ്സിലായി? അത് തന്നെയാണ് തന്ന ആൻസറും. അപ്പൊ നമ്മുടെ x 2.5 അടുത്ത്. പറഞ്ഞ മനസ്സിലായല്ലോ? ഇനി ഈ യൂണിറ്റ് ഒക്കെ ശരിയാണോ നിങ്ങൾക്ക് അഥവാ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പിന്നെ യൂണിറ്റ് വെരിഫൈ ചെയ്യേണ്ട കാര്യമില്ല. എന്നാൽ കൂടി സംശയമുള്ളവർക്ക് വേണ്ടി ഞാൻ ഇവിടെ വെരിഫിക്കേഷൻ കാണിച്ചിട്ടുണ്ട്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിന്റെ യൂണിറ്റും റൈറ്റ് ഹാൻഡ് സൈഡിന്റെ യൂണിറ്റ് സെയിം ആയിരിക്കണം. ലെഫ്റ്റ് ഹാൻഡ് സൈഡിന്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഇവിടെയുള്ള യൂണിറ്റുകൾ നമുക്ക് മോൾ പെർ മീറ്റർ ക്യൂബ്, ന്യൂട്ടൺ മീറ്റർ പെർ മോൾ പെർ കെൽവിൻ. ഇത് നോക്കൂ, ഈ സൈഡിൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ക്യാൻസൽ ചെയ്തിട്ട് വരും. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ, ബോർഡിലുണ്ടല്ലോ. അപ്പോൾ അത് ചെക്ക് ചെയ്യുക. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ ഇത്തിരി കൺഫ്യൂഷൻ ഉള്ളത് ഒന്ന് പ്രഷറോ ഓസ്മോട്ടിക് പ്രഷറോ നേരിട്ട് തരുന്നതിന് പകരം ലെങ്ത് ഓഫ് സൊല്യൂഷൻ കോൾ ആയിട്ട് തന്നു എന്നുള്ളതും പിന്നെ യൂണിറ്റ് കൺവേർഷനും ആണ് ഇത്തിരി ഈ പ്രോബ്ലത്തിനെ ട്രബിൾസം ആക്കുന്നത്. അതർവൈസ് ഇറ്റ് വാസ് ഡയറക്റ്റ്. ഓക്കെ, ഇനി 14ാമത്തെ ചോദ്യം. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നായിട്ട് 14ാമത്തെ ചോദ്യം, ന്യൂമറിക്കലിലെ 6ാമത്തെ ചോദ്യം. അത് കഴിഞ്ഞ് 2 കൂടി ഉണ്ട്. ഇത് ഇലക്ട്രോ കെമിസ്ട്രിയിൽ നിന്നാണ്. ഇവിടെ അവർ ഫ്യൂവൽ സെല്ലിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് ബ്യൂട്ടേൻ ഫ്യൂവൽ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫ്യൂവൽ സെല്ലിലെ വോൾട്ടേജ് കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഇക്വേഷൻ ΔG = -NFE ആണ്. അപ്പൊ നമുക്ക് ΔG ഓഫ് കമ്പഷൻ ഓഫ് ബ്യൂട്ടൈൻ ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ അത് കമ്പഷൻ വിധേയമാണ്. അപ്പൊ നമുക്ക് ഇവിടെ ആദ്യം കണ്ടത് ΔG ഫോർ ബ്യൂട്ടൈൻ ആണ്. ബ്യൂട്ടൈൻ ബേൺ ചെയ്യുമ്പോഴുള്ള ഫ്രീ എനർജി ചേഞ്ച്. അതിനു മുമ്പ് ആദ്യം നമുക്ക് ഇവിടെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എഴുതണം. ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എഴുതാൻ C4H10 ഗ്യാസ് എത്രയോ ഓക്സിജൻ വേണം. ലെറ്റ് ഇറ്റ് ബി വാട്ട് എവർ ഇറ്റ് ബി, കീപ് സം സ്പേസ് അവോയ്ഡ് വേക്കന്റ് ഹിയർ. വി നോ ഫോർ ഇൻ എവറി 1 മോൾ ഓഫ് നമുക്കറിയാം ഇവിടെ ഓരോ മോൾ ബ്യൂട്ടൈനിലും 4 മോൾ കാർബൺ ഉണ്ട്. അപ്പൊ 4 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. 10 മോൾ H ആറ്റം ഉണ്ട്. അതുകൊണ്ട് 5 മോൾ H2O കിട്ടും അല്ലെ?
അപ്പോൾ ഇനി എത്ര ഓക്സിജൻ വേണമെന്ന് കാണാൻ നമുക്കറിയാം. 4 × 2 8 ഓക്സിജൻ ആറ്റം ഇവിടെ, 5 ഓക്സിജൻ ആറ്റം ഇവിടെ. അപ്പൊ 13 ഓക്സിജൻ ആറ്റം വേണം. 13 ഓക്സിജൻ ആറ്റം എന്ന് പറഞ്ഞാൽ 13/2 അഥവാ 6.5 O2 ആണ് വേണ്ടത്. 6.5 O2 വേണം അല്ലെ. അപ്പൊ നമുക്ക് ബാലൻസ് കെമിക്കൽ ഇക്വേഷൻ എഴുതാൻ പറ്റും. C4H10 + 6.5 O2 giving 4CO2 + 5H2 എന്ന് എഴുതി അല്ലെ. ഇനി പിന്നീട് നമുക്ക് ഡെൽറ്റ ജി NFലെ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ട്രാൻസ്ഫേർഡ് പെർ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആണ്. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. ഇവിടെ റിയാക്ടൻ സൈഡിലും പ്രൊഡക്റ്റ് സൈഡിലും ഹൈഡ്രജന്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് +1 ആണ്. കാർബൺ ആണ് ഓക്സിഡൈസ്ഡ് ആവുന്നത്, ഓക്സിജൻ ആണ് റെഡ്യൂസ്ഡ് ആവുന്നത്. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ കാർബൺ നഷ്ടപ്പെട്ട ഇലക്ട്രോൺ കണ്ടുപിടിക്കുക ടോട്ടലായിട്ട് ഇപ്പർ ഇക്വേഷൻ, ഓർ ഓക്സിജൻ ഗെയിൻ ചെയ്ത് ഇലക്ട്രോണിന്റെ എണ്ണം കണ്ടുപിടിക്കുക. രണ്ട് സെയിം ആയിരിക്കും. ഒരു സ്ഥലത്ത് നഷ്ടപ്പെട്ടതാണ്, മറ്റേടത്ത് ഗെയിൻ ചെയ്യുന്നത്. എളുപ്പത്തിൽ നമുക്ക് ഓക്സിജൻ ഗെയിൻ ചെയ്തത് കാണാം. എങ്ങനെ നോക്കൂ. 6.5 O2 അല്ലെ, 6.5 O2 അത് എത്രയോ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്ത് കഴിയുമ്പോൾ 13 O2- ആയി മാറും. എന്തുകൊണ്ട് O2- എന്ന് പറഞ്ഞത്? കാർബൺ ഡൈ ഓക്സൈഡിലും ഓക്സിജൻ -2 ആണ്, വാട്ടറിലും ഓക്സിജൻ -2 ആണ് അല്ലെ, ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പൊ രണ്ടായാലും പ്രൊഡക്റ്റ് ഏതായാലും അത് തന്നെയാണ്. അപ്പൊ 13 O2- ആയി മാറും. അപ്പൊ അതിനെന്താ മനസ്സിലായത്? 13 × 2 26 ഇലക്ട്രോൺ അത് ഗെയിൻ ചെയ്യണം അല്ലെ. അല്ലെങ്കിൽ കാർബൺ 26 ഇലക്ട്രോൺ ലൂസ് ചെയ്യുന്നുണ്ട് ഇവിടെ. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ എളുപ്പത്തിൽ ഓക്സിജൻ കിട്ടും. അപ്പൊ N26 ആണെന്നും കൂടി ആ ഇക്വേഷൻ എഴുതുമ്പോൾ നമുക്ക് കിട്ടുകയാണ്. ഇനി നമുക്ക് ഡെൽറ്റ ജി കാണണമല്ലോ. ഈ കെമിക്കൽ ചേഞ്ച് ഫ്രീ എനർജി ചേഞ്ച് കാണണം. അതിന് നമുക്ക് ഫ്രീ എനർജി ചേഞ്ച് ഓഫ് ഫോർമേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് തന്നിട്ടുണ്ട്, ഫ്രീ എനർജി ചേഞ്ച് ഓഫ് ഫോർമേഷൻ ഓഫ് H2O തന്നിട്ടുണ്ട്, ഫ്രീ എനർജി ചേഞ്ച് ഓഫ് ഫോർമേഷൻ ഓഫ് ബ്യൂട്ടൈൻ തന്നിട്ടുണ്ട്. അപ്പൊ ഡിഫറൻസ് കണ്ടാൽ മതി. ടോട്ടൽ ഫ്രീ എനർജി ചേഞ്ച് ഓഫ് ഫോർമേഷൻ ഓഫ് പ്രൊഡക്റ്റ് മൈനസ് ടോട്ടൽ ഫ്രീ എനർജി ചേഞ്ച് ഓഫ് ഫോർമേഷൻ ഓഫ് റിയാക്ടന്റ് ആയിരിക്കും ഫ്രീ എനർജി ചേഞ്ച് ഓഫ് ദ നെറ്റ് റിയാക്ഷൻ അല്ലെ. ഓക്സിജന്റെ ഫ്രീ എലമെന്റ് ആയത് കാരണം അതിന് 0 ആണ്. അപ്പൊ നമ്മൾ തന്ന വാല്യൂ വെച്ചിട്ട് ഡെൽറ്റ ജി 0 ഫോർ ദ റിയാക്ഷൻ 4 × ഫ്രീ എനർജി ചേഞ്ച് ഓഫ് ഫോർമേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് 5 × ഫ്രീ എനർജി ചേഞ്ച് ഓഫ് ഫോർമേഷൻ ഓഫ് വാട്ടർ മൈനസ് 1 × ഫ്രീ എനർജി ചേഞ്ച് ഓഫ് ഫോർമേഷൻ ഓഫ് ബ്യൂട്ടൈൻ എഴുതി. അപ്പൊ അതിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. 4 × -394 പ്ലസ് 5 × -237. 3 നെഗറ്റീവ് സൈനുള്ള വാല്യൂ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ -18 വരും. ഇതിന് ചെറിയ വാല്യൂ ആണ് ഫ്രീ എനർജി ചേഞ്ച് ഓഫ് ഫോർമേഷൻ. അപ്പൊ ബലത്തിൽ അത് പ്ലസ് ആവും. അപ്പൊ നമ്മൾ അത് ഓപ്പറേറ്റ് ചെയ്താൽ നമുക്ക് -27431 കിട്ടും. ഇനി ഡെൽറ്റ ജി സ്കൂളിൽ -NF0 ആണ്. അപ്പൊ E0 എന്ന് പറഞ്ഞാൽ ഡെൽറ്റ G0/-NF ആണ്. ഡെൽറ്റ ജിയുടെ 0യുടെ വാല്യൂ -2743 ആണ്. ഡിനോമിനേറ്റർ ഓൾറെഡി ഒരു മൈനസ് സൈൻ ഇക്വേഷൻ ഉണ്ട്. ഡിവൈഡ് ബൈ 26 × F. അവര് നമ്മളോട് ഉത്തരം കണ്ടുപിടിച്ച് വോൾട്ടേജ് കാണാനല്ല പറഞ്ഞത്, ഇത് ഒഴിവാക്കിയാലുള്ള വാല്യൂ ആണ് ചോദിച്ചത്. അപ്പൊ എഫിനെ അവിടെ തന്നെ നിർത്തുക. അപ്പോ ഇങ്ങനെ കിട്ടുമല്ലോ, നമുക്ക് /F എന്ന് കിട്ടും. അപ്പോ ഇതാണ് x/F എന്നാണ് അവർ തന്നത്. അപ്പൊ എക്സ് എത്രയാണെന്നാണ് ചോദ്യം. അപ്പൊ എക്സ് നമുക്ക് അതുകൊണ്ട് 105.5, അതായത് 2743/26 എത്രയാണെന്നാണ് ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. മിക്ക പ്രോബ്ലങ്ങളിലും അങ്ങനെയാണ്. ഫൈനൽ ആൻസർ അല്ല, ഫൈനൽ ആൻസറിലെ ചില ഭാഗം ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളതിന്റെ വാല്യൂ എത്ര എന്നുള്ള രീതിയിലാണ് മിക്ക ചോദ്യം വന്നത്. ഇവിടെ അങ്ങനെ തന്നെ. അപ്പൊ നമുക്ക് എക്സ് 105.5 എന്ന് കിട്ടും. അത്രയേ ഉള്ളൂ. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി 15ാമത്തെ ചോദ്യം, അതായത് ന്യൂമറൽസിൽ 7th. ഓക്കെ. ഇവിടെ ചോദ്യം രണ്ടും കോംപ്ലക്സ് അയോൺസ് തന്നത്. ഇത് ഡീപ് ട്രാൻസിഷൻ ആൻഡ് ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്നുള്ള ചാപ്റ്റർ എന്നാണെന്ന് പറയാം. രണ്ട് കോംപ്ലക്സ് അയോൺസ് തന്നിട്ട്, കോംപ്ലക്സ് എന്ന് പറഞ്ഞുകൂടെ, രണ്ടും പറയാം. പാർട്ട്ലി കോംപ്ലക്സ് കോർഡിനേഷൻ കെമിസ്ട്രി എന്ന് പറയാം, പാർട്ട്ലി D&F ബ്ലോക്ക് എന്നും പറയാം. ഓക്കെ. നിങ്ങൾക്ക് ടോട്ടൽ മാഗ്നറ്റിക് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ MnBr6 3- ആണിത്. അപ്പോൾ നമ്മൾ നമ്മൾ ആദ്യം എഴുതുക മാംഗനീസിന്റെ വാലൻസ് സ്റ്റേറ്റ് കോൺഫിഗറേഷൻ 4s2 3d5 ആണ്. ക്രോമിയം കഴിഞ്ഞ ഒരു നെക്സ്റ്റ് എലമെന്റ് ആണ്. അപ്പോൾ ഒരു ഇലക്ട്രോണും കൂടി വരുന്നത് 4s പെയർ ചെയ്യും. അപ്പോൾ 5 അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്. ഇനി Mn3+ ആകുമ്പോൾ 4s 2 ഡിയിൽ ഒന്നും പോവും. അപ്പൊ 4 അൺപെയർഡ് ഇലക്ട്രോൺ വരും. ബ്രോമിൻ ഒരു വീക്ക് ലിഗാൻഡ് ആണ്. അപ്പൊ അതിന് റീഅറേഞ്ച് ചെയ്യാൻ കഴിയില്ല. ഈ 3d ഇലക്ട്രോണിൽ റീഅറേഞ്ച് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് അതെന്ത് ചെയ്യും? sp3d2 ഔട്ടർ കോംപ്ലക്സ് ആണ്. പുറത്തുള്ള 4d ആണ് ഉപയോഗിക്കുക. 4s 4p 4d ആണ് ഇൻവോൾവ് ആവുന്നത്. അതുകൊണ്ട് ഈ 3d ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് 4 അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ മാഗ്നറ്റിക് മൊമെന്റ് എന്താ? N4 ആണല്ലോ. √n × n+2 ആണ്. √4 × 6 √24 ആണ്. 4.89 ബോർ മാഗ്നറ്റോൺ ആണ്. ഇനി അടുത്ത അയോൺ മാംഗനീസ് ഹെക്സാസൈനേറ്റ് ആണ്. ഹെക്സാസൈനേറ്റ് ആണ് വിത്ത് 3- ചാർജ്. ഓക്കെ. Mn ഞാൻ എഴുതുന്നില്ല. Mn3+
തുടക്കത്തിൽ ഇത് അതിവിടെ എഴുതിയത് തന്നെയാണ്. ഇനിയോ നമുക്കറിയാം സയനൈഡ് സ്ട്രോങ്സ്റ്റ് ലിഗാൻഡാണ്, സെക്കൻഡ് സ്ട്രോങ്സ്റ്റ് ലിഗാൻഡാണ്. അപ്പോൾ അത് പെയറപ്പ് ചെയ്യാൻ ശ്രമിക്കും. കാരണം 3D ഓർബിറ്റിൽ ലഭ്യമാകുമെങ്കിൽ അതാണ് നല്ലത്. കാരണം മോർ സ്റ്റേബിൾ കോംപ്ലക്സ്, മോർ ഇലക്ട്രോൺ അട്രാക്ഷൻ ടുവേഴ്സ് ന്യൂക്ലിയസ് വരും, മോർ ലോവറിംഗ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി സംഭവിക്കും, ബെറ്റർ സ്റ്റെബിലിറ്റി അക്വയറിന് 3D യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അതിന് അവസരമുള്ളപ്പോഴൊക്കെ അത് വിനിയോഗിക്കും. അപ്പൊ ഇവിടെ പെയറപ്പ് ചെയ്യും. അങ്ങനെ ഒരു വേക്കന്റ് ഓർബിറ്റിലും കൂടി, ഇവിടെ ഒരു വേക്കന്റ് ഓർബിറ്റിലുള്ളത് 2 വേക്കന്റ് ഓർബിറ്റിലാക്കി മാറ്റും. ഒന്ന് പെയറപ്പ് ചെയ്യും. ഇത് പെയറപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം വേക്കൻസി ആവശ്യമുള്ളത് കിട്ടിക്കഴിഞ്ഞല്ലോ, വെറുതെ പെയറപ്പ് ചെയ്യില്ല. പറഞ്ഞ മനസ്സിലായില്ല? കാരണം പെയറപ്പ് ചെയ്യാനും എനർജി വേണം. അതുകൊണ്ട് ഗുണം ഉണ്ടെങ്കിലേ അതുകൊണ്ട് ചെയ്യുള്ളൂ. അപ്പോ ബലത്തില് 2 അൺപെയ്ഡ് ഇലക്ട്രോണേ ഉണ്ടാവുള്ളൂ. ഇത് അതുകൊണ്ട് D2 sp3 sp3 D2 അല്ല, ഇന്നർ കോംപ്ലക്സ് ആണ് ഇവിടെ ഉണ്ടാവുക. പറഞ്ഞ മനസ്സിലായല്ലോ? അപ്പൊ ഇന്നർ കോംപ്ലക്സ് ഉണ്ടാവുമ്പോൾ 3D ആണ് ഉപയോഗിക്കുന്നത്, ഇവിടെ 4D ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ 2 അൺപെയ്ഡ് ഇലക്ട്രോൺ. അപ്പൊ മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറഞ്ഞാൽ n×n+2 2×2+2 √8 എന്ന് വരും. അത് 2.83 ബോർ മാഗ്നറ്റോൺ ആണ്. അപ്പൊ മാഗ്നറ്റിക് മൊമെന്റ് ടോട്ടല് ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക. അപ്പൊ 7.72 ബോർ മാഗ്നറ്റോൺ എന്ന് കിട്ടും. ഒരിക്കലും നിങ്ങൾ ഈ ഇവിടെയുള്ള 4ഉം 2ഉം ആഡ് ചെയ്ത് ആദ്യം 6 അൺപെയ്ഡ് ഇലക്ട്രോൺ എടുത്തിട്ട് n×√n×n+2 6×6 അണ്ടർ റൂട്ട് എന്ന് ചെയ്യരുത്. ഉത്തരം കിട്ടില്ല. സെപ്പറേറ്റ് ആയിട്ട് കണ്ടിട്ട് കൂട്ടുക തന്നെ വേണം. ഓക്കെ, ഇനി നമുക്ക് ഒരു പ്രോബ്ലം കൂടിയാണ് ഉള്ളത്. ഓക്കെ, ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ക്വസ്റ്റ്യൻ നമ്പർ 16, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിലെ 8ാമത്തത്. ഈ ക്വസ്റ്റ്യനും കൂടി ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ പേപ്പർ 1ഉം പേപ്പർ 2ഉം കംപ്ലീറ്റ് ചെയ്തു. അതായത് JEE അഡ്വാൻസിന്റെ കംപ്ലീറ്റ് ഡിസ്കഷൻ നമ്മൾ കവർ ചെയ്ത് കഴിയുന്നു. അപ്പം നമുക്കിത് നോക്കാം. ഈ ചോദ്യം ഏത് ചാപ്റ്റർ എന്നാണെന്ന് വെച്ചാൽ പാർട്ട്ലി ഫ്രം ഇതിന്റെ തിയറി ആസ്പെക്ട് നോക്കിയാൽ അത് ബയോമോളിക്യൂൾ എന്നുള്ള ചാപ്റ്റർ എന്നാണ്. എന്നാൽ അതിന്റെ ന്യൂമറിക്കൽ പാർട്ട് നോക്കിയാൽ ബേസിക് അരിത്തമാറ്റിക്സ് എന്നുള്ളതാണ്. ഫസ്റ്റ് ഇയറിലെ ഫസ്റ്റ് ചാപ്റ്റർ എന്നുള്ളതാണ്. ഓക്കെ, ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ദീസ് 2 ചാപ്റ്റേഴ്സ്. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്നത് എന്താ വെച്ചാൽ ഒരു ഒക്ടാസാക്രൈഡിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഒക്ടാസാക്രൈഡ് എന്ന് പറഞ്ഞാൽ 8 മോണോസാക്രൈഡ് കമ്പൈൻ ചെയ്തതാണ്, ലീനിയർ ആയിട്ടുള്ളത്. ഓക്കെ, ഇവിടെ അതിൽ 8 മോണോസാക്രൈഡുകൾ കമ്പൈൻ ചെയ്തതിൽ അവർ പറയുന്നുണ്ട് അത് ഗ്ലൂക്കോസും റൈബോസും ഡിയോക്സി റൈബോസും ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, എന്ന് മാത്രമല്ല ഗ്ലൂക്കോസിന്റെയും റൈബോസിന്റെയും ഡിയോക്സി റൈബോസിന്റെയും മോളാർ മാസും തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ അവർ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഇതിൽ ഹൈഡ്രലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന പ്രൊഡക്റ്റില് ഡിയോക്സി റൈബോസിന്റെ പെർസെൻറ്റേജ് മാസ് തന്നിട്ടുണ്ട്. ഡിയോക്സി റൈബോസിന്റെ പ്രൊഡക്റ്റിലെ പെർസെൻറ്റേജ് മാസ് തന്നിട്ടുണ്ട്. എന്നിട്ട് അവർ ചോദിക്കുന്നത് റൈബോസ് മോളിക്യൂളിന്റെ എണ്ണം എത്രയാണെന്നാണ് ചോദ്യം. പെട്ടെന്ന് എല്ലാം കൂടി കേൾക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ തോന്നും. എന്നാൽ സിസ്റ്റമാറ്റിക് ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്താൽ ബുദ്ധിമുട്ടില്ല. നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം തന്നെ നോക്കൂ, ഇവിടെ പറഞ്ഞതിനെ ഒരു മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതാം. X ഗ്ലൂക്കോസും Y റൈബോസും Z ഡിയോക്സി റൈബോസും ചേർന്നിട്ടാണ് ഒക്ടാസാക്രൈഡ് ഉണ്ടാവുന്നത്. അത് ആദ്യം മനസ്സിലാക്കുക. അത് എക്സും വൈ സെറ്റും നമുക്ക് അറിയില്ല. ഓക്കെ, അത് എക്സും വൈ സെറ്റും കൂടി കൂട്ടി 8ആണെന്ന് അറിയാം. അത്രേ നമുക്ക് അറിയുള്ളൂ. പറഞ്ഞ മനസ്സിലായില്ലേ? മോളിക്കുലർ മാസ് തന്നിട്ടുണ്ട്. ഇത് 180, 150, 150 ഒരു ഓക്സിജൻ പോയാൽ ഡിയോക്സി റൈബോസിന് 134. അത്രേ അറിയാം. ഇനി നോക്കും, നമ്മൾ അതിന്റെ ഇക്വേഷൻ എഴുതുകയാണ്. X × 180, Y × 150, Z × 134 ആഡ് ചെയ്തിട്ട് മോളാർ മാസ്, ഈ ഒക്ടാസാക്രൈഡിന്റെ മോളാർ മാസ് തന്നിട്ടുണ്ട്. അത് 1024 അങ്ങനെ തന്നിട്ടുണ്ടേ. നിങ്ങൾ ഓർക്കണം, 2 മോണോസാക്രൈഡ് കമ്പൈൻ ചെയ്യുമ്പോൾ ഒരു വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റഡ് ആവും. 3 മോണോസാക്രൈഡ് ലീനിയർ ആയിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ 2 വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റഡ് ആവും. 4 ആണെങ്കിൽ 3, 5 ആണെങ്കിൽ 4, അങ്ങനെയാണ് 8 ആണെങ്കിൽ 7 വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റഡ് ആവണം. അപ്പോഴേ അത് കോമ്പിനേഷൻ നടക്കുള്ളൂ, അല്ലെ? അപ്പോഴേ പോളിമറൈസേഷൻ നടക്കുന്നുള്ളൂ. അപ്പോ ഇവിടെ നമുക്ക് എഴുതണം X × 180 + Y × 150 + Z × 134 -7 × 18 ആണ് 1024. മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ ഈ ഒക്ടാസാക്രൈഡിനെ ഹൈഡ്രലൈസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റിന്റെ ടോട്ടൽ മാസ് എന്തായിരിക്കും? X × 180 + Y × മാസ് ഓഫ് ദ ഹൈഡ്രലൈസ്ഡ് പ്രൊഡക്റ്റ് X × 180 + Y × 150 + Z × 134 ആണ് ഹൈഡ്രലൈസ്ഡ് പ്രൊഡക്റ്റിന്റെ മാസ്. അതിൽ ഗ്ലൂക്കോസും റൈബോസും ഡിയോക്സി റൈബോസും മാത്രമേ ഉള്ളൂ. അതെന്തായിരിക്കും? ദിസ് 1024 + 7 × 18 വാട്ടർ മോളിക്യൂളിന്റെ മാസ്, അല്ലെ? അത് എത്രയാ? 1150 ആണ്. ഓക്കെ, 1150. അപ്പൊ ടോട്ടൽ ഹൈഡ്രലൈസ്ഡ് പ്രൊഡക്റ്റിന്റെ മാസ് 1150 ആണ്, ഗ്രാം ആണ്. ഇനി നമുക്ക് അവർ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എന്താ അറിയോ? പ്രൊഡക്റ്റിൽ ഡിയോക്സി റൈബോസിന്റെ പെർസെൻറ്റേജ് മാസാണ് തന്നിരിക്കുന്നത്. ആ പെർസെൻറ്റേജ് മാസിന് നമുക്കൊരു ഇക്വേഷൻ ആയിട്ട് എഴുതാം.
ഇവിടെ നോക്കൂ, ഡിയോക്സി റൈബോസിന്റെ മാസ് Z*134 അല്ലേ, Z*134 എത്രയില്? ആകെയുള്ള മാസമായിട്ടുള്ള 1150. പെർസെന്റേജ് മാസ് തന്നത് 58.26 ആണ്. അപ്പോ ഇത്രയും മാസിലുള്ളതും 58.26 100-ലുള്ളതും സെയിം അല്ലേ? പെർസെന്റേജ് മാസാണല്ലോ അല്ലേ? ഇതും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സെഡ് കണ്ടുപിടിക്കാവുന്നതല്ലേ ഉള്ളൂ. സോ സെഡ്, അതായത് ഡിയോക്സി റൈബോസ് മോളിക്കൂളിന്റെ എണ്ണം എന്തായിരിക്കും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് 4.99 എന്ന് കിട്ടുമെന്ന് പറഞ്ഞാൽ 5. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി, ഈ മോളിക്കൂളില് 5 എണ്ണം ഡിയോക്സി റൈബോസാ. ഇനി ബാക്കി 3 അല്ലേ ഉള്ളൂ. അപ്പൊ 2 സാധ്യതയുള്ളൂ. ഒന്നുകിൽ ഗ്ലൂക്കോസ് 2 റൈബോസ് 1, അല്ലെങ്കിൽ ഗ്ലൂക്കോസ് 1 റൈബോസ് 2. അപ്പൊ റൈബോസിന്റെ എണ്ണാണ് ചോദിച്ചത്, അത് 1 ആണോ 2 ആണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കണം അല്ലെ? അപ്പൊ x+y 3 ആണ്. അപ്പൊ നോക്കൂ, ഇതിൽ ഈ ക്വസ്റ്റനിലെ x*180 + y*150 മാത്രം എത്രയാവും നോക്കൂ. ഈ 1150 5*134 സബ്ട്രാക്ട് ചെയ്താൽ പോരെ? കാരണം അതെന്താ, ഡിയോക്സി റൈബോസിന്റെ മാസാണ്. അപ്പൊ ഗ്ലൂക്കോസിന്റെയും റൈബോസിന്റെയും മാത്രം മാസ് കിട്ടണമെങ്കിൽ ടോട്ടൽ മാസിന്ന് നമ്മൾ ഇപ്പൊ കണ്ടുപിടിച്ച 5 എണ്ണം ആയിട്ടുള്ള ഡിയോക്സി റൈബോസിന്റെ മാസ് സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് കിട്ടുകയാണ് 480 ആണ് ടോട്ടൽ മാസ്. എന്തിന്റെ? ഗ്ലൂക്കോസിന്റെയും റൈബോസിന്റെയും കൂടി. അതിന് 2 സാധ്യതയും നമ്മൾ പറഞ്ഞത്. ഒന്നുകിൽ 2 ഗ്ലൂക്കോസും 1 റൈബോസും, അല്ലെങ്കിൽ 2 റൈബോസും 1 ഗ്ലൂക്കോസും. 2 ട്രയലല്ലേ നോക്കണ്ടു. അപ്പൊ നോക്കൂ, ഒരു സാധ്യത 2 ഗ്ലൂക്കോസ് 2x150, 1 റൈബോസ് 1x150 അതായിരിക്കണം. അതല്ലെങ്കിലോ 1x150, 2x150. ഇതിൽ ഏതാണ് 480 വരുന്നത്? ഇതല്ല, ഇത് 510 വരുന്നുണ്ട്. ഇതാണ് 480 വരുന്നത്. 480 ആണ് വരേണ്ടത് അല്ലെ? അതിന്റെ അർത്ഥം എന്താ? അപ്പൊ ഒക്ടാ സാക്കറൈഡിൽ 1 ഗ്ലൂക്കോസും 2 റൈബോസുമാണ് ഉള്ളത്. 5 ഡിയോക്സി റൈബോസ് ഓൾറെഡി കണ്ടു. അപ്പൊ നമുക്ക് മനസ്സിലായത് എന്താ? 2 റൈബോസ് ആണ് ഇതിലുള്ളത് എന്ന് പറഞ്ഞാൽ ഇതിലെ ഉത്തരം ആയിട്ടുള്ള റൈബോസിന്റെ എണ്ണം N2 ആണ്. നമ്മുടെ ആൻസർ 2 എന്നുള്ള എക്സാക്ട് നമ്പർ ആണ്. അങ്ങനെ നമ്മൾ JEE അഡ്വാൻസ് 2025 പേപ്പർ 1ഉം പേപ്പർ 2ന്റെയും ഡിസ്കഷൻ കംപ്ലീറ്റ് പൂർത്തിയാക്കിയിരിക്കുന്നു. ഈ ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ ബോർഡ് എക്സാമിന് ഒഴിവാക്കിയ ചാപ്റ്ററുകൾ കൂടി ഇതിൽ പെടുത്തിയാൽ, ആ ചാപ്റ്ററുകൾ കൂടി കൺസിഡർ എടുക്കുകയാണെങ്കിൽ ഔട്ട് ഓഫ് സിലബസ് എന്ന് പറയാൻ ഒന്നും തന്നെ ഏറെക്കുറെ ഇല്ല എന്ന് പറയാം. എവിടെയൊക്കെ ചില ഇൻഫർമേഷൻ ചിലപ്പോൾ സ്ട്രേ ആയിരിക്കാം. അത് ഒഴിവാക്കി നോക്കിയാൽ ഇത് ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി വിതിൻ ദ സിലബസ് ആണ്. ചില ആസ്പെക്ട്സ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഫിസിക്സിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ് വന്നിട്ടുണ്ട്. ഇറ്റ്സ് പാർട്ട് ഓഫ് ദ ടോട്ടൽ സിലബസ്. അതുകൊണ്ട് അതും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ പിന്നെ സ്റ്റാൻഡേർഡ് പറയുകയാണെങ്കിൽ ഫെയർലി ഗുഡ് സ്റ്റാൻഡേർഡ്. എക്സ്ട്രീംലി കുറേ മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഭയങ്കര സ്റ്റാൻഡേർഡിലായിരുന്നു. ടീച്ചേഴ്സ് തന്നെ ബുദ്ധിമുട്ടുന്ന. ഇതിൽ അങ്ങനെയൊന്നും അത്രയും തോന്നിയിട്ടേ ഇല്ല. പറഞ്ഞാൽ മനസ്സിലാവും. ഇത്ര നേരം ഒന്നും മെനക്കെട്ടില്ല. എനിക്ക് കുറെ എറർ വന്നത് ന്യൂമറിക്കൽ എറേഴ്സ് ആയിരുന്നു. കാൽക്കുലേഷൻ ചെയ്യുമ്പോഴുള്ള ഹറിയഡ്നെസ് കാരണം വന്ന എററുകളല്ലാതെ കാര്യമായിട്ട് എററൊന്നും വരും. പിന്നെ ഓർഗാനിക്കൽ 2-3 കാര്യത്തിൽ അതാണോ ഇതാണോ എന്നുള്ള ഡൗട്ട്, കുറെ സീക്വൻഷ്യൽ റിയാക്ഷൻ വന്നില്ല. അവിടെ മാത്രം ചില സംശയങ്ങൾ വന്നതേ ഉള്ളൂ. അതല്ലാതെ നോക്കുമ്പോൾ എ ഫെയർലി ഗുഡ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. അപ്പം നിങ്ങൾ അടുത്ത നിങ്ങളുടെ JEE അഡ്വാൻസിനാണെങ്കിലും JEE മെയിനാണെങ്കിലും അഡ്വാൻസിനെ പ്രിപ്പയർ ചെയ്യുമ്പോൾ സിലബസ് നല്ലപോലെ കവർ ചെയ്താൽ തന്നെ, പിന്നെ ഫിസിക്സും കവർ ചെയ്യുന്നുണ്ട് നിങ്ങൾ പാരലായിട്ട്, നല്ലപോലെ കവർ ചെയ്താൽ തന്നെ ഓൾമോസ്റ്റ് 95% ക്വസ്റ്റ്യൻസും അതിൻ്റെ അകത്ത് തന്നെ പെടുന്നതാണ്. ആ ഭാഗം തറോ ആക്കിയാൽ മതി. മനസ്സിലായല്ലോ? തിരിച്ചും മറിച്ചും പല രീതിയിലുള്ള ചോദ്യങ്ങൾ കിട്ടാവുന്നതൊക്കെ ചെയ്തിട്ട് നമുക്ക് വളരെ ഉയർന്ന ഒരു പെർസെൻറ്റേജ് സ്കോർ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ തീർച്ചയായിട്ടും പറ്റും. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യുക. സ്റ്റാർട്ട് പ്രിപ്പയറിങ്. ഓൾ ദ ബെസ്റ്റ്. ടേക്ക് കെയർ. ബൈ.